നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നിറവിലേക്ക്. തിരുനാളിന്റെ ഭാഗമായുള്ള തിരുഹൃദയം അമ്പ് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തൃത്താമരശ്ശേരി ക്ഷേത്രം മേൽശാന്തി വെള്ളാളത്ത് ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കമായി. കലയും സാഹിത്യവും സാമൂഹിക സംവാദങ്ങളും സംഗമിക്കുന്നതാണ് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ 4ാം പതിപ്പ്. വാർത്തകൾ വിശദമായി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നിറവിലേക്ക്. തിരുനാളിന്റെ ഭാഗമായുള്ള തിരുഹൃദയം അമ്പ് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. തിരുഹൃദയ തിരുനാൾ ദിനമായ മാസാദ്യ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ലതീഞ്ഞ്, പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. വലച്ചില സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ റാഫി തട്ടിൽ മുഖ്യ കാർമ്മികനായി. വൈകിട്ട് 7 ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടത്തി. തുടർന്ന് രാത്രി 10 വരെ തിരുമുറ്റം മേളം നടന്നു. ശനിയാഴ്ച തിരുഹൃദയം അമ്പ് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി നടത്തി. രാവിലെ 7:15 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുടുംബങ്ങളിലേക്ക് തിരുഹൃദയവും അമ്പും വെഞ്ചരിച്ച് നൽകി. വൈകിട്ട് 5 ലതീഞ്ഞ്, ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, തിരുഹൃദയ നൊവേന, ധനഹ പ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് കൂട് തുറക്കൽ ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം പിണ്ടി തിരിതെളിയിക്കൽ നടത്തി. തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനായി. ഇടവക വൈദികരായ ഫാദർ ജോൺസൺ അനിമ്പൂർ, ഫാദർ ജിയോ തെക്കിനിയത്ത് എന്നിവർ സഹകാർമ്മികരായി. വിവിധ യൂണിറ്റുകളിലെ തിരുഹൃദയം അമ്പ് എഴുന്നള്ളിപ്പ് രാത്രി 10 മണിക്ക് പള്ളിയിൽ സമാപിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തൃത്താമരശ്ശേരി ക്ഷേത്രം മേൽശാന്തി വെള്ളാളത്ത് ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി അക്ഷര ശ്ലോക സദസ്സ്, സംഗീതാർച്ചന, തിരുവാതിര കളികൾ എന്നിവ അരങ്ങേറി. ക്ഷേത്രം സമിതി പ്രസിഡന്റ് രാജീവ് കണ്ണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, അരുൺ വെള്ളാലത്ത്, സന്തോഷ് സുഭാഷ് കറുകയിൽ, രാമചന്ദ്രൻ, ചന്ദ്രൻ പുറത്താള എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് തിരുവാതിര പ്രസാദമായി കഞ്ഞിയും പുഴുക്കും ഊട്ടും വിതരണം ചെയ്തു. മഹേശ്വരനോടു ചേർന്നു ഭ്രമിച്ചുവല്ലോ, മോഹിനിക്കും മഹേശനും ഉണ്ണിയൊന്നു പിറന്നല്ലോ, ശാസ്താവെന്ന പേരും ചൊല്ലി വിളിച്ചുവല്ലോ. മുന്നെടുത്ത് തപസിന ധരിച്ച് കടയേറി പോകിനാൻ, അമ്മ വീണ ഭയത്തോടെ കരഞ്ഞു പറഞ്ഞിരുന്നു, ചേർപ്പ് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കമായി. കലയും സാഹിത്യവും സാമൂഹിക സംവാദങ്ങളും സംഗമിക്കുന്നതാണ് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ 4ാം പതിപ്പ്. ചേർപ്പ് ഭഗവതി ക്ഷേത്ര നടയിലെ പെരുവനം ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 3 ദിവസങ്ങളിലായി ഗ്രാമോത്സവം നടക്കുക. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. മഹാസമ്മേളനം, ഈ ഗ്രാമോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അവസരമുണ്ടായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതിന് എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രശസ്ത നോവലിസ്റ്റ് TD രാമകൃഷ്ണന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് ഇവിടെ പുരസ്കാരം നൽകാൻ തയ്യാറായ ഐവറി ബുക്സിൻ്റെ സാരഥി പ്രവീണിനും ഞാൻ നന്ദി പറയുന്നു. തികഞ്ഞ സന്തോഷത്തോടെ, തികഞ്ഞ അഭിമാനത്തോടെ, ഹർഷാശ്രുക്കളോടെ ഈ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഉത്സവം എന്നാൽ
ആൾക്കൂട്ടമല്ല. ഉത്സവം എന്നാൽ ബഹളമല്ല. ഉത്സവം എന്നാൽ ജാഥകളല്ല. ഉത്സവം എന്നാൽ വാക്പോരുകളല്ല. ഉത്സവം എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഉന്നതിക്ക് വേണ്ടിയുള്ള യജ്ഞം എന്നാണ്. ഓരോ ഉത്സവവും ഉന്നതിക്ക് വേണ്ടിയുള്ള യജ്ഞമായിരിക്കണം. ഉത്സവം ഒരു യജ്ഞമാണ്. നാലാമത് ഐവറി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് കലാമണ്ഡലം ഗോപി സമർപ്പിച്ചു. നോവലിസ്റ്റ് ടി.ഡി. രാമകൃഷ്ണൻ, അഷ്ടവൈദ്യൻ ഡോക്ടർ ടി. നീലകണ്ഠൻ മൂസ, ഡോക്ടർ സി.വി. കൃഷ്ണൻ, ഡോക്ടർ അജയകുമാർ, രാജീവ് മേനോൻ, ദിനേശ് പെരുവനം എന്നിവർ സംസാരിച്ചു. നൃത്തകലാകാരൻ പാർശ്വനാഥ് ഉപാധ്യായ അവതരിപ്പിച്ച അനുഗതി എന്ന നൃത്തശില്പം ചടങ്ങിൽ അരങ്ങേറി. പെരുവനം സർവമംഗള ട്രസ്റ്റാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ VKN രചനകളിലെ കാലസങ്കല്പത്തെക്കുറിച്ച് നോവലിസ്റ്റ് കെ. രഘുനാഥന്റെ പ്രഭാഷണം, രഞ്ജന കൃഷ്ണകുമാർ, മുൻ MLA KS ശബരിനാഥൻ, രാജ്യസഭാംഗം AA റഹീം, രാഷ്ട്രീയ വക്താവ് ശങ്കുട്ടി ദാസ്, CEO ലൈഫോളജി പ്രവീൺ പരമേശ്വരൻ എന്നിവർ പങ്കെടുക്കുന്ന രാഷ്ട്രീയ സംവാദം, കഥാകൃത്ത് വൈശാഖന്റെ പ്രഭാഷണം, പുസ്തക കവർ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള വിവരണം, കലാസംവിധായകൻ വേണുജി, നങ്ങ്യാർകൂത്ത് കലാകാരി കപില വേണു, രാമചന്ദ്രൻ കേളി എന്നിവർ പങ്കെടുക്കുന്ന കാണേ കാണേ, നോവലിസ്റ്റ് GR ഇന്ദുഗോപനും സിബുവും ചേരുന്ന ശംഖുമുഖിയിൽ നിന്ന് കാപ്പയിലേക്ക് എന്ന സെമിനാർ, കേരള കലാമണ്ഡലം അവതരിപ്പിച്ച ദി ഓൾഡ് മാൻ ആൻഡ് ദി കഥകളി, അൺപ്ലഗ്ഡ് മ്യൂസിക് പ്രോഗ്രാമായ മെലോമിക്സ് എന്നിവയും നടന്നു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആചരിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് മന്നം ജയന്തി ആചരിച്ചത്. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. CK വിനോദ്, KV ദാസൻ, സുനിൽ ലാലൂർ, അവനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, ജോൺസൺ പാലക്കൽ, വിദ്യ രമേശ്, പ്രിയൻ പെരിഞ്ചേരി, K രാമചന്ദ്രൻ, ഷൈജു സായിറാം, കുട്ടികൃഷ്ണൻ നടുവിൽ, ബൈജു സെന്റ് ജോൺ, സുരാ ചേർപ്പ്, പ്രേംബാസി, MM അബൂബക്കർ, സിദ്ധാർത്ഥൻ, സന്ദീപ്, KK രാമൻ, രാധാകൃഷ്ണൻ ഐച്ചീൽ, സന്തോഷ് എടത്തേടൻ, സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം ഓഫീസർ M. സുധീർ ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി പ്രസിഡന്റ് ശോഭന അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ക്ഷേത്രം മൂരാളൻ ഡോക്ടർ ശങ്കർ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി സുനിൽകുമാർ, വത്സൻ മൂർക്കത്ത്, മനോജ് കടവിൽ, അനിൽ കടവിൽ, ഭാസ്കരൻ വടക്കേടത്ത്, ഉണ്ണികൃഷ്ണൻ പഴമ്പിള്ളി, അനിലൻ കടവിൽ എന്നിവർ സംസാരിച്ചു. അമ്മയും മോനും കൂടി കട്ട മുതൽ പങ്കിട്ട് കഴിക്കുകയാണല്ലേ? ക്ഷേത്രത്തിനുള്ളിൽ കയറി മോഷ്ടിക്കാൻ തക്ക കരളുറപ്പുണ്ടോടാ നിനക്ക്? സവർണ മേധാവിത്വം അടക്കി വാഴുന്ന ഈ രാജ്യത്ത് അവർണനായ നിനക്ക് അമ്പലമുറ്റത്ത് എന്ത് കാര്യം? കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാരവം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്കിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള സ്വീകരണമാണ് വിജയാരവത്തിൽ ഒരുക്കിയത്. ചേർപ്പ്, അവനിശ്ശേരി, പാറളം, ചാഴൂർ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചേർപ്പ് ഡിവിഷൻ അംഗം CK വിനോദ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. തായങ്കുളങ്ങര സെന്റർ മുതൽ ചൊവ്വൂർ സെന്റർ വരെ കാവടി, നാസിക് ഡോൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് വിജയാരവ പ്രകടനം നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, അവനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, സുനിൽ ലാലൂർ, കൃഷ്ണൻകുട്ടി നടുവിൽ, CN സജീവൻ, ഷാജി കള്ളിയത്ത്, VB സുരേന്ദ്രൻ, CN പ്രേംബാസി, CK വിനോദ്, VK വിനോദ്, IA വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് അംഗം വിനയ സച്ചിന് ആദരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റാണ് സംഘടനാ അംഗമായ മെമ്പറെ ആദരിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ ആദരവ് നിർവഹിച്ചു. സെക്രട്ടറി ജോജി ജേക്കബ്, ബെറ്റ്സ് എലുവത്തിങ്കൽ, വനിതാ വിംഗ് സെക്രട്ടറി രതി സുനിൽ, ട്രഷറർ സുജിത ബാബു, യൂത്ത് വിംഗ് സെക്രട്ടറി ഷിജു, KK ടീസൺ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിറവെള്ളാട്ട് മഹോത്സവത്തെ വർണ്ണാഭമാക്കി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി വരവ്. തിറവണ്ണാർക്ക് എതിരേൽപ്പ് എന്ന ചടങ്ങോടെ കാനാടിക്കാവ് മഹോത്സവത്തിലെ പ്രധാന അനുഷ്ഠാന ചടങ്ങിനും തുടക്കമായി.
തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി വരവിന് ഒരുമണിയൂർ പുരുഷോത്തമൻ നയിച്ച നാദസ്വരമേളവും ചാലക്കുടി അസുര കലാസമിതിയുടെ ശിങ്കാരിമേളവും അകമ്പടിയായി. നോർത്ത് പറവൂർ ശ്രീ വിനായക കാവടി സംഘത്തിന്റെ ചെണ്ടുകാവടിയും കൊട്ടക്കാവടിയും പാടൂക്കാട് രാജേഷ് കുട്ടപ്പൻ ടീമിന്റെ പീലിക്കാവടിയും അഭിഷേക കാവടിയും വരവിനെ വർണ്ണാഭമാക്കി. തൃപ്രയാർ കിഴക്കേനട താന്നീം സ്കൂൾ പരിസരം വെള്ളിയാഴ്ച ചന്ത എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പെരിങ്ങോട്ടുകര മൂന്നുംകോടിയ സെന്ററിൽ അഭിഷേക കാവടിയെത്തി. ഈ സമയം ആലപ്പാട് ശ്രീ ശാസ്ത വനിതാ സംഘത്തിന്റെ ചിന്തുപാട്ട് അഭിഷേക കാവടി വരവിന് അകമ്പടിയൊരുക്കി. അഭിഷേക കാവടി വരവ് പിന്നീട് കാനാടിക്കാവിൽ എത്തിച്ചേർന്നതോടെ അഭിഷേകവും തുടർന്ന് വാദ്യമേളങ്ങളോടെ കാവടിയാട്ടവും നടന്നു. തിറമണ്ണാർക്കെതിരേൽപ്പ് എന്ന ചടങ്ങ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി നിർവഹിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടുവിതരണം നടന്നു. വൈകിട്ട് പറ്റ്, കേളി എന്നീ അനുഷ്ഠാന ചടങ്ങുകളും ദീപാരാധനാ സമയത്ത് നാദസ്വര വിദ്വാൻ ഓച്ചിറ ശിവദാസ് പ്രസന്ന അവതരിപ്പിച്ച നാദസ്വര കച്ചേരിയും അരങ്ങേറി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവ കലാകാരന്മാർക്ക് ആദരം. 10 ദിവസം വിവിധ വേദികളിലായി 500ഓളം കലാകാരന്മാരാണ് വാദ്യ നൃത്ത സംഗീത പരിപാടി അവതരിപ്പിച്ചത്. CC മോഹനൻ MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 9 ദിവസം നീണ്ടുനിന്ന നമ്മുടെ ഈ തിറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 500 കണക്കിന് ജനപ്രതിനിധികൾ നമ്മുടെ കലോത്സവമായി പങ്കെടുത്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളുമായി കൂട്ടിച്ചേർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തിറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ ചുമതല വഹിക്കുന്ന സ്വാമിയുടെ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മഹനീയമാണ്. പലപ്പോഴും കാണുമ്പോൾ ചില കാര്യങ്ങൾ സ്വാമിയായിട്ട് സംസാരിക്കാറുണ്ട്. ഏറ്റവും താല്പര്യം ഞാൻ സ്വാമിയോട് പറഞ്ഞത് നമ്മുടെ ഈ പ്രദേശമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയൊരു കോളേജ് പണിയാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സ്വാമിയെ എന്ന് പറയേണ്ടായി. അപ്പോൾ തന്നെ എനിക്കത് പറഞ്ഞപ്പോൾ തന്നെ സ്വാമിയോട് മറുപടി പറഞ്ഞത് യാതൊരു ഭയപ്പാടും വേണ്ട മേലെ പേടിക്കണ്ട, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എവിടെയാണ് എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് നടപ്പാക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് 100% ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ് മുഖ്യാതിഥിയായി. MLAയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ചേർന്ന് കലാകാരന്മാർക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. വിവിധ നൃത്ത സംഗീത വിദ്യാലയങ്ങളിലെ ഗുരുക്കന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വൈഗ കെ സജീവ് കല്ലട അവതരിപ്പിച്ച കുച്ചിപ്പുടി ഏറെ ശ്രദ്ധേയമായി. ദീപാരാധനയ്ക്ക് ശേഷം നാദസ്വര കച്ചേരി അരങ്ങേറി. നാദസ്വര വിദ്വാൻ ഓച്ചിറ ശിവദാസ് പ്രസന്ന എന്നിവർ കച്ചേരിക്ക് നേതൃത്വം നൽകി. തുടർന്ന് രാത്രി 9 മണിക്ക് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഒരുമനയൂർ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ നാദസ്വരവും വിവിധതരം കാവടിയാട്ടവും ശിങ്കാരിമേളവും അരങ്ങേറി. ഗ്രേറ്റ് വാലി റെസിഡൻസ് അസോസിയേഷൻ 12ാം വാർഷികവും പുതുവത്സര ദിനവും ആഘോഷിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുതിർന്ന പൗരനായ MS രവീന്ദ്രൻ, മേള കലാനിധി ശിവൻ മാരാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി TK വാസു, പ്രസിഡന്റ് വിജയൻ വിളമ്പത്ത്, ഡോക്ടർ S ദേവരാജൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
താന്യം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ നിർമ്മാണം പൂർത്തിയായ എവർഗ്രീൻ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 13 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. എവർഗ്രീൻ റോഡിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി മുഖ്യാതിഥിയായി. താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനാദേവി സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ്, വാർഡംഗം AK അനിൽകുമാർ, മുൻ അംഗം ഷീജ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വിദ്വേഷ പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒത്താശയോടെയാണെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമവും സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയവിഷം തുപ്പുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഭരണകൂടം നൽകുന്ന മൌനാനുവാദം ദുരൂഹമാണെന്ന് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് ആക്ഷേപിച്ചിട്ടും അതിനെതിരെ നടപടിയുണ്ടാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി RSSനും CPMനും ഒരുപോലെ സ്വീകാര്യനാകുന്നതെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ സാമൂഹ്യഘടനയെ തകർക്കാൻ വെള്ളാപ്പള്ളിക്കാവില്ലെങ്കിലും CPMനാകുമെന്നതാണ് കേരളം ഭയപ്പെടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷനായി. ചാവക്കാട് മുനിസിപ്പാലിറ്റി 10ാം ഡിവിഷൻ അംഗം കൂടിയായ വെൽഫെയർ പാർട്ടിയിലെ സുജാത സത്യനെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ റഫീഖ്, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് വെൽഫെയർ പാർട്ടിക്കായി മത്സരിച്ച സ്ഥാനാർത്ഥികളെ സമ്മേളനത്തിൽ ആദരിച്ചു. പൊളിറ്റിക്സിലൂടെ ഈ സിവിൽ പൊളിറ്റിക്സിന്റെ ഡിമാൻഡുകളെ നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന സിവിൽ പൊളിറ്റിക്സിനെയും പവർ പൊളിറ്റിക്സിനെയും ചേർത്ത് നിർത്തുന്ന പുതിയ ഒരു രാഷ്ട്രീയ പ്രവർത്തന സംസ്കാരത്തിന് തുടക്കം കുറിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ഇതിനൊരു രാഷ്ട്രീയ പാഠമായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവർ ആദിവാസികളെ ഉപേക്ഷിച്ചു, ദളിതരെ ഉപേക്ഷിച്ചു, മത്സ്യത്തൊഴിലാളികളെ ഉപേക്ഷിച്ചു. ഫാഷിസ്റ്റ് കാലത്ത് മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ ഇവർക്ക് സാധിച്ചില്ല. എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ പൊളിറ്റിക്സ് സാമൂഹ്യനീതി, നീതിയല്ല സാമൂഹ്യനീതി, സമത്വമല്ല സാമൂഹ്യ സമത്വം. എന്താ പറയാൻ കാരണം? മനുഷ്യരെ തട്ടുകളാക്കി തിരിക്കുന്നത് നമ്മൾ സമ്മതിക്കില്ല. റോസാപ്പൂക്കൾ പൊഴിച്ച സുഗന്ധത്തോടെ എറവ് സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളി തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് തുടക്കമായത്. 10,000-ഓളം റോസാപ്പൂക്കളാണ് തിരുനാളിന്റെ ഭാഗമായി വിശ്വാസികൾക്കൊപ്പം ജാതിമത വ്യത്യാസമില്ലാതെ നേർച്ചയായി സമ്മാനിച്ചത്. കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്നാണ് ഇത്രയേറെ റോസാപ്പൂക്കൾ തിരുനാളിനായി എറവ് കപ്പൽപ്പള്ളിയിലെത്തിച്ചത്. ഫാസ്റ്റ് റൈഡ്, ഗ്രാൻഡ് ഗാല, താജ്മഹൽ, റെഡ് റിബൺ, റോയൽ ക്ലാസ് ഇനങ്ങളിലുള്ളതായിരുന്നു റോസാപ്പൂക്കൾ. ഇതിൽ തന്നെ ചുവപ്പ്, റോസ്, മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, വെള്ള, ഗോൾഡൻ, റെഡ് ടീ, നീല, റെഡ് ആൻഡ് വൈറ്റ് എന്നീ 10 നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ ഇടവകയിലെ അമ്മമാർ ചേർന്നാണ് വിതരണത്തിനായി ഒരുക്കിയത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ജീവിച്ചിരിക്കെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ റോസാപ്പൂക്കൾ പൊഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് തിരുനാൾ ദിനത്തിൽ വിശ്വാസികൾക്ക് നേർച്ചയായി റോസാപ്പൂക്കൾ സമ്മാനിക്കുന്നത്. ഏറെ അകലങ്ങളിൽ നിന്നുള്ളവർ വരെ റോസാപ്പൂക്കൾ നേർച്ചയായി വാങ്ങാൻ എറവ് കപ്പൽപ്പള്ളിയിൽ എത്തുകയാണെന്ന് വിശ്വാസിയായ ഉഷ സെബാസ്റ്റ്യൻ പറയുന്നു. അൾത്താരയ്ക്ക് മുന്നിൽ പുഷ്പകിരീടം ശിരസിൽ ധരിച്ചവർ റോസാപ്പൂക്കൾ ഉയർത്തിയപ്പോൾ ശംഷാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പൂക്കൾ ആശീർവദിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷമെന്ന് വടക്കൻ കപ്പൽപ്പള്ളി വികാരി ഫാദർ ഡോക്ടർ റോയ് ജോസഫ് പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നിറവിലേക്ക്. തിരുനാളിന്റെ ഭാഗമായുള്ള തിരുഹൃദയം അമ്പ് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തൃത്താമരശ്ശേരി ക്ഷേത്രം മേൽശാന്തി വെള്ളാളത്ത് ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു.
ഷേർബ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കമായി. കലയും സാഹിത്യവും സാമൂഹിക സംവാദങ്ങളും സംഗമിക്കുന്നതാണ് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ 4ാം പതിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.